കാസർഗോഡ് ജില്ലയിലെ കവുങ്ങ് കർഷകരുടെ സമ്മേളനം മെയ് 5-ന് ബദിയടുക്കയിൽ നടക്കും. ഗുരുസദനത്തിൽ വെച്ച് നടത്തുന്ന സമ്മേളനം മണ്ഡലം എംഎൽഎ എൻ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നും കിസാൻ സേന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ജില്ലയിലെ അടക്ക കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാത്തതും കാലാവസ്ഥാ വ്യതിയാനമടക്കം കർഷകർ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതുമായ സാഹചര്യത്തിൽ ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കിസാൻ സഭ നേതൃത്വത്തിൽ ജില്ലയിലെ കവുങ്ങ് കർഷകർ മെയ് 5-ന് ബദിയടുക്കയിൽ സമ്മേളിക്കുന്നത്. ഗുരുസദനത്തിൽ നടക്കുന്ന സമ്മേളനം മണ്ഡലം എംഎൽഎ എൻ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ മറ്റ് എംഎൽഎമാരായ അഡ്വക്കേറ്റ് CH കുഞ്ഞുമ്പു, AKM അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വകുപ്പ് തല ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ സംബന്ധിക്കും. കാസർഗോഡ് ജില്ലയിൽ 10,000-ലേറെ കുടുംബങ്ങൾ കവുങ്ങ് കൃഷിയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ജില്ലയിൽ 19,500 ഹെക്ടർ ഭൂമിയിൽ കവുങ്ങ് കൃഷി ചെയ്യുന്നുണ്ടെന്നും ഇതിലൂടെ പ്രതിവർഷം 2 ലക്ഷത്തിലേറെ ക്വിന്റൽ അടക്കയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അടക്ക കൃഷിയിൽ വർദ്ധിച്ചു വരുന്ന രോഗബാധയെ ചെറുക്കാൻ സർക്കാർ വകുപ്പ് തലങ്ങളിൽ ഒരു നടപടികളും കൈക്കൊള്ളുന്നില്ല. ഈയൊരു പശ്ചാത്തലത്തിൽ എല്ലാ അടക്ക കർഷകർക്കും ഭൂവിസ്തൃതി നോക്കാതെ സൗജന്യമായി മരുന്ന് തെളിക്കാൻ സംവിധാനമുണ്ടാക്കുക, പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും മരുന്ന് തെളിക്കാൻ തുക വകയിരുത്തുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുക, കാർഷിക വായ്പ കാലാവധി പലിശയില്ലാതെ 3 വർഷം വരെ നീട്ടുക, സ്വത്ത് ലേലം ജപ്തി എന്നിവ നിർത്തിവെക്കുക, കാർഷിക വായ്പയുടെ നിലവിലുള്ള എല്ലാ പലിശയും എഴുതിത്തള്ളുക എന്നീ മുദ്രാവാക്യങ്ങളായിരിക്കും മെയ് 5-ന് നടക്കുന്ന ജില്ലാ സമ്മേളനം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുകയെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കിസാൻ സേന കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദഭട്ട് കോട്ടംകുളി, ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജെ, സുലൈഖ മാഹിൻ, ഷാജി കാടമന, ഖമറുദ്ദീൻ പാട്ലഡ്ക എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.